ലെബനീസ് ജനത അവരുടെ ഒരു അവകാശം വീണ്ടെടുക്കുകയാണ്. അവരുടെ രാജ്യത്തിൻ്റെ തലവൻ ഒരു ക്രൈസ്തവനായിരിക്കണം എന്നായിരുന്നു വ്യവസ്ഥ. ഹിസ്ബുള്ള വന്നതിന് ശേഷം ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് ലെബനോണിനുണ്ടായിരുന്നില്ല. ആ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബൈബിളിൽ ലെബനോണിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓർത്തു. സങ്കീർത്തനം 104:16 പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ വൃക്ഷങ്ങളും അവൻ നട്ട ലെബനോണിലെ ദേവദാരുക്കളും സമൃദ്ധമായി നനച്ചിരിക്കുന്നു. സങ്കീർത്തനം 92:12 നീതിമാൻ, വളരെ പ്രശസ്തമാണ് ഈ വാക്യം, ഈ വചനം. നീതിമാൻ ഈന്തപ്പന പോലെ തഴയ്ക്കും, അവൻ ലെബനോണിലെ ദേവദാരു പോലെ വളരും. യിരെമ്യാവ് 18:14 പറയുന്നത്: ലെബനോണിലെ മഞ്ഞ് സിറിയോണിലെ പാറക്കെട്ടുകളെ ഉപേക്ഷിക്കുന്നുണ്ടോ? പർവ്വതജലം വറ്റിപ്പോയിട്ടുണ്ടോ? തണുത്ത ഒഴുകുന്ന അരുവികൾ. ഇങ്ങനെ ലെബനോൺ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ്. ബൈബിളിൽ വളരെ കാര്യമായി പരാമർശിക്കുന്ന ഒരു ഭൂവിഭാഗമാണ് ലെബനോൺ. അപ്പോൾ ഞാനിങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ റഫർ ചെയ്തൊക്കെ പോകുമ്പോൾ ലെബനോണിൽ ക്രിസ്തീയ സമൂഹത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യമൊക്കെ വന്നതിന് ശേഷം ഫ്രഞ്ചുകാരാണെന്ന് തോന്നുന്നു വിവിധ സമൂഹങ്ങളെ ക്രോഡീകരിച്ച് ലെബനോൺ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഉണ്ടാകുന്നത്. പല കേന്ദ്രങ്ങളെ, പല പ്രവശ്യകളെ കൂട്ടിയോജിപ്പിച്ച് ലെബനോൺ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന രാജ്യം ഉണ്ടാക്കിയത് ഫ്രഞ്ചുകാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ലെബനോൺ ഇങ്ങനെ എക്കാലത്തും നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമം തോറയാണല്ലോ ഇസ്രയേലികളുടെ, ജൂതന്മാരുടെ വിശുദ്ധ പുസ്തകം. അതിലൊക്കെ മനോഹരമായ ഭാഷയിൽ ലെബനോണിനെക്കുറിച്ച്, ലെബനോണിലെ ദേവദാരു മരങ്ങളെക്കുറിച്ച്, അവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ച്, സുന്ദരിമാരെക്കുറിച്ചൊക്കെ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന കവി, ദ പ്രോഫറ്റ്, പ്രവാചകൻ അല്ലേ, മനോഹരമായ കാവ്യം. ഇങ്ങനെ ലെബനോണിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ആ ലെബനോൺ 45% ഇപ്പോഴും ക്രൈസ്തവരുള്ള സ്ഥലമാണ്. പക്ഷേ അവരെ ഭരിച്ചു കൊണ്ടിരുന്നത് മൃഗീയ വാസനകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരുടെ സഹോദരന്മാരായ, ഹമാസിൻ്റെ സഹോദരന്മാരായ ഹിസ്ബുള്ളയായിരുന്നു. അവരുടെ കഥ കഴിഞ്ഞതുകൊണ്ടാണ് ഒരുപാട് കാലമായി ക്രൈസ്തവർക്ക് നിഷേധിക്കപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം വീണ്ടും കിട്ടുന്നത്. ശരിയാണോ? അതായത് ഈ അവിടുത്തെ ഭരണഘടന അനുസരിച്ചിട്ട് മാരണൈറ്റ് ക്രിസ്ത്യൻ ആയിരിക്കണം പ്രസിഡന്റ് എന്ന് വ്യവസ്ഥയുണ്ട്. പട്ടാള മേധാവിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. 2 കൊല്ലം മുമ്പ് വരെ അവർക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, മൈക്കിൾ ഓവൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു പോയി. കാലാവധി കഴിഞ്ഞ ശേഷം ഒരു പ്രസിഡന്റിനെ അവിടെ തിരഞ്ഞെടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MP-മാർ 128 പേരുണ്ട്. ഇവരെല്ലാം ഹിസ്ബുള്ള പറയുന്നത് കേൾക്കണമല്ലോ, അല്ലെങ്കിൽ വെച്ച് കൊന്നുകളയും. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ടൊരു പ്രസിഡന്റിനെ തീരുമാനിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹിസ്ബുള്ളയുടെ ഇറാൻ മൂളിയായിട്ടുള്ള ഒരാൾ വേണമല്ലോ. അതുകൊണ്ട് 2 കൊല്ലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നടക്കാതിരുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പട്ടാള മേധാവി ജോസഫ് ഓവൻ, 60 വയസ്സ്, അദ്ദേഹം ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹിസ്ബുള്ളയുടെ സ്ഥാനാർത്ഥി പിൻവാങ്ങിപ്പോയി, പ്രസിഡന്റ് സ്ഥാനാർത്ഥി. അപ്പോൾ ഹിസ്ബുള്ള നശിച്ചിരിക്കുകയാണല്ലോ. അവർക്ക് സമ്മർദ്ദമൊന്നും ചെലുത്താനുമില്ല. മുമ്പത്തെ അവസ്ഥയല്ല. മുമ്പ് അവർ പറയുന്ന ആളാകുമായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ 60 വയസ്സുള്ള ആർമി ചീഫ് ജോസഫ് ഓവൻ മറ്റേ പ്രസിഡന്റ് ആകുന്ന ഏതാണ്ട് ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ വോട്ടെടുപ്പിൽ ഈ പ്രതിനിധിയായിട്ട് ഫ്രാൻസിൽ നിന്ന് ഒരാളുണ്ട്. സൗദിയും അമേരിക്കയും ഈ ജോസഫ് ഓവനെ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് നടക്കും. അവരുടെ പ്രതിനിധികളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ, ഈ ബുധനാഴ്ചയും വേറെ സ്ഥാനാർത്ഥി ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, വേറെ സ്ഥാനാർത്ഥി ഇല്ല. കാരണം ഹിസ്ബുള്ളയുടെ ആൾ പിൻവാങ്ങിപ്പോയല്ലോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ 2 വോട്ടെടുപ്പ് വരാം. അതായത് 3/2 ഭൂരിപക്ഷം കിട്ടണം മറ്റേ വോട്ടെടുപ്പിൽ. അങ്ങനെയാണ് നിയമം. 3/2 കിട്ടിയില്ലെങ്കിൽ രണ്ടാമതൊരു വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ 65 പേര്, സിമ്പിൾ മെജോറിറ്റി മതി. 65 പേര് വോട്ട് മതി. ഇല്ലെങ്കിൽ 86 വേണമെന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിയെ ഉള്ളെങ്കിലും വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ അയാൾക്ക് 3/2 കിട്ടണം. കിട്ടിയില്ലെങ്കിൽ രണ്ടാമതൊരു വോട്ടെടുപ്പ് കിട്ടും. അപ്പോൾ സിമ്പിൾ മെജോറിറ്റി മതി, കേവല ഭൂരിപക്ഷം മതി. അതാണ് അവിടുത്തെ നിയമം. അപ്പോൾ ഒക്ടോബർ 2022 മൈക്കിൾ ഓവൻ്റെ ടേം തീർന്നിരുന്നു.
അദ്ദേഹത്തിൻ്റെ കാലാവധി. അത് കഴിഞ്ഞ ശേഷം നടന്നില്ല. പിന്നെ ഇത് യുദ്ധത്തിലേക്ക് പോയി. ഇനിയിപ്പോൾ തെക്കൻ ലെബനനിൽ മറ്റേ പട്ടാളത്തിനെ വിന്യസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഐക്യരാഷ്ട്രസഭ. അതൊക്കെ ഇദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടത്. പുതിയൊരു പട്ടാള മേധാവി അവിടെ അപ്പോൾ ഇതിനെ തുടർന്ന് ഉണ്ടാവും. അതും അമേരിക്കയും സൗദിയും ഒക്കെ വിചാരിക്കുന്ന പോലെ, ഫ്രാൻസും ഒക്കെ കൂടി വിചാരിക്കുന്നത് പോലെ ഒരാളായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഷിയ ഗ്രൂപ്പ് ഹിസ്ബുള്ള അതിൻ്റെ ഒരു സംഗതി അവസാനിക്കുകയാണ്. ഇനി ബാക്കിയുള്ളവരും ക്രിസ്ത്യാനികളും സുന്നികളും എല്ലാം കൂടി തീരുമാനിക്കുന്ന പോലത്തെ ഇറാൻ അത് നസ്രള്ളയൊക്കെ കൊല്ലപ്പെട്ടല്ലോ അവിടെ, അതോടുകൂടി തീർന്നു. പിന്നെ അയൽപക്കത്തുള്ള സിറിയയിൽ ഹിസ്ബുള്ളയുടെ പാവയായിരുന്ന അസദും കഴിഞ്ഞ മാസം അയാൾ പോയി. അപ്പോൾ നവംബർ അവസാനം മുതൽ ഒരു വെടിനിർത്തൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എപ്പോഴാണ് ലംഘിക്കപ്പെടുക എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയമുണ്ട്. കഴിഞ്ഞ 2 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 13ാമത്തെ ശ്രമമാണ് ഇപ്പോൾ പ്രസിഡന്റിനെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്. 12 എണ്ണം പൊളിഞ്ഞു പോയിരുന്നു ഈ ഹിസ്ബുള്ള കാരണം. ഇപ്പോൾ ഹിസ്ബുള്ളക്ക് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ജോസഫ് ഔൻ തിരഞ്ഞെടുക്കപ്പെടും എന്ന് ഇപ്പോൾ ആഗോളമായിട്ടൊരു വിശ്വാസമുണ്ട്. കാരണം ആഗോളതലത്തിലുള്ള സമ്മർദ്ദവും മറ്റേ ലെബനൻ്റെ മുകളിലുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇതിൻ്റെ ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. 1975 മുതൽ 90 വരെ അവിടെ ആഭ്യന്തര യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. പിന്നെ ഈ ഡെമോഗ്രഫിയുടെ ചേഞ്ച്, മുസ്ലിങ്ങൾ കുടിയേറി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വന്ന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാണ്. പക്ഷെ ആ രാജ്യങ്ങളും അങ്ങനെ ആയിരുന്നില്ല. അവിടെയൊക്കെ ഇവർ ഈജിപ്തിലാണേലും സിറിയയിലാണേലും ഒക്കെ ഇവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആധിപത്യം ഉറപ്പിച്ചിട്ടാണ് ഈ രാജ്യങ്ങളെ തകർത്തത്. എന്നിട്ട് അധികാരവും പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ കൺസെൻസസ് കാൻഡിഡേറ്റ് ആണ് ജോസഫ് ഔൻ എന്നുള്ളതാണ് റിപ്പോർട്ടിൽ കാണുന്നത്. ഫ്രാൻസിൽ നിന്നൊരു പ്രതിനിധി റാങ് യെവ്സ് ലെ ദ്രിയാൻ, അദ്ദേഹമാണ് വോട്ടെടുപ്പിനും മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യാന്തര പ്രതിനിധി, അത് മാത്രമല്ല ലെബനോൺ എന്നുള്ള രാജ്യം കോർത്തിണക്കിയത് ഫ്രാൻസാണ്. മറ്റേ ലോകയുദ്ധത്തിന് ശേഷം തുർക്കി സാമ്രാജ്യം വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിൻ്റെ കയ്യിലായിരുന്നു. അമേരിക്കയുടെ പ്രതിനിധി, മിഡിൽ ഈസ്റ്റ് പ്രതിനിധി അമോസ് ഹോസ്റ്റീൻ അവിടെ ഈ ആഴ്ച ആദ്യം വന്നിരുന്നു. ഇദ്ദേഹത്തിനെ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ട അമേരിക്കയുടെ ഇംഗിതമൊക്കെ വെളിവാക്കിയിട്ടാണ് അദ്ദേഹം പോയത്. ബുധനാഴ്ച സൗദിയുടെ പ്രതിനിധിയും ലെബനനിലെത്തിയിരുന്നു. അവരും ജോസഫ് ഔനിനെ പിന്തുണയ്ക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ മറ്റേ അമേരിക്കയും സൗദിയും പറയുന്നത് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ മറ്റേ പ്രധാനമന്ത്രി നജീബ് മക്കാട്ടി അദ്ദേഹമാണ് ഈ ഹിസ്ബുള്ളയും ഇസ്രയേലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മധ്യസ്ഥമൊക്കെ വഹിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ. മക്കാട്ടിയും പറഞ്ഞിട്ടുണ്ട് മറ്റേ ജോസഫ് ഔൻ തിരഞ്ഞെടുക്കപ്പെടും, ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ 128 MP-മാരിൽ 86, അതാണ് 3-2 ആദ്യത്തെ റൗണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് 68. ഇത് കഴിയുമ്പോൾ ഒരു മാറനൈറ്റ് പട്ടാള മേധാവി തന്നെ അവർക്കുണ്ടാവും. ഈ ലെബനനിൽ ജോസഫ് ഔൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 5ാമത്തെ പട്ടാള മേധാവിയാണ് അവിടെ പ്രസിഡന്റ് ആകുന്നത്. അതാണ് അതിൻ്റെ വിവരം. അല്ല, ഏതായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ലെബനോൺ, ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, സിറിയയിൽ നമ്മുടെ കാതോലിക്ക ബാവ ഇവിടെ വന്നിരുന്നല്ലോ. അദ്ദേഹം ഇവിടെ വന്ന സമയത്താണ് സിറിയയിൽ വലിയ ബോംബിങ്ങും അധികാര മാറ്റമൊക്കെ ഉണ്ടായത്. അദ്ദേഹം ഉടനെ തിരിച്ചുപോയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവിടെ വലിയ കലാപം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റാതെ വരുമായിരുന്നു. അവിടെയൊക്കെ അന്ത്യോക്യ ബാവ ഒക്കെ സിറിയയിലും അല്ല ക്രൈസ്തവരും ഒക്കെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ചോദിച്ചാൽ കത്തോലിക്ക ബാവയുടെ അവസ്ഥയും വലിയ കഷ്ടമാണ്. അവിടെ ക്രൈസ്തവരൊക്കെ ജീവിക്കുന്നത് ഇവരുടെ മെഴ്സിയിലാണ്. അപ്പോൾ ആ സ്ഥിതിയൊന്നും മാറി സിറിയയിൽ അങ്ങനെ വന്നു. ലെബനോണിൽ ഇപ്പോൾ ആ പാരമ്പര്യമായി ക്രൈസ്തവർക്ക് അനുവദിച്ചു കൊടുത്തതാണ് അവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നായിരിക്കും സൈനിക മേധാവിയും പ്രസിഡൻറ്റും എന്ന് പറഞ്ഞിട്ടും
അവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇറാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ തീവ്രവാദികൾ ഒരു രാജ്യത്തെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഭരിക്കുകയായിരുന്നു. ഏതായാലും ഇസ്രായേലിന് ലബനീസ് ജനത നന്ദി പറയുന്നുണ്ടാവും. മാത്രമല്ല ഈ ലെബനൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കേരളവുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതെ അതെ. അതെന്താന്ന് വെച്ചാൽ മാലക്കര ആശ്രമത്തിൽ മഠാധിപതിയെ കാണാനായിട്ട് ലെബനനിൽ നിന്ന് കമാൽ ജൂംബ്ലാത്ത് വരുമായിരുന്നു. അവിടെ പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരുന്നു. കമാൽ ജൂംബ്ലാത്തിൻ്റെ ആത്മീയ ഗുരുവായിരുന്നു ഈ മാലക്കര ആശ്രമത്തിലെ സ്വാമി. പണ്ട് പോലീസ് തിരുവിതാംകൂറിൽ പോലീസ് മേധാവിയൊക്കെ ആയിരുന്നേ ആത്മാനന്ദ. അപ്പോൾ ആത്മാനന്ദയെ കാണാനായിട്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തും ആശ്രമം ഉണ്ടായിരുന്നു. ഈ കമാൽ ജൂംബ്ലാത്ത് ഇങ്ങനെ എപ്പോഴും മാലക്കരയിലും മറ്റേ തിരുവനന്തപുരത്തെ ആശ്രമത്തിലൊക്കെ വരുമായിരുന്നു. ഇത് നമ്മൾ ആ കാലത്തൊക്കെ പത്രങ്ങളിൽ അങ്ങനെ ലെബനൻ ഈ കമാൽ ജൂംബ്ലാത്തൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള ബന്ധമാണ് ഈ ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാനെ അതിപ്പോൾ നമ്മൾ ലെബനോനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പോലെയാണ്. അതെ. അപ്പോൾ നമ്മളൊക്കെ ആയിട്ട് വളരെ നമ്മുടെ ഹൃദയത്തിനോടൊക്കെ ചേർന്ന് നമ്മുടെ തൊട്ടടുത്തൊരു രാജ്യം പോലെ ഫീൽ ചെയ്യുന്നത്. അവിടെയാണ് ഇവന്മാർ ഈ കുട്ടിച്ചോറാക്കി നരകം കൊണ്ടുവന്നിരുന്നത്. അതുവരെ മര്യാദയ്ക്ക് നടന്നിരുന്ന ഒരു സ്ഥലമാണത്. ഏതായാലും ഇസ്രായേലിന് നന്ദി. അതെ. സർവശക്തനായ ഈ ഹിസ്ബുള്ളയെ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, ഇസ്രായേൽ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ശോഭനമായ ഭാഗത്തിലേക്ക് ലെബനൻ പോവില്ലേ. സർവശക്തനായ ദൈവത്തിന്റെ ഹിതം ഇസ്രായേലിലൂടെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.